പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. വെള്ളിയാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്പെഷ്യലായി കനിഞ്ഞരുളി തന്നൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമുക്ക് തീരാ നഷ്ടമായിരിക്കും. കാരണം ഇനി അടുത്ത ഒരു വർഷം ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദുൽഹിജ്ജ മാസത്തിൽ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിനിയോഗിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താണ് എന്ന് കേൾക്കാം. 6 വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന മഹത്തായ ഒരു സ്വലാത്ത്. ഈ സ്വലാത്ത് നിരന്തരം പതിവാക്കുന്ന ആളാണ് എങ്കിൽ ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടല്ലാതെ അയാൾ ദുനിയാവിൽ നിന്ന് പോകൂല എന്ന, ഈ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടല്ലാതെ ഭൂമിയിൽ നിന്ന് അയാൾ മരണപ്പെട്ടു പോകൂല എന്ന. ഏതൊക്കെയാണ് ആ അനുഗ്രഹങ്ങൾ നമുക്ക് കേട്ടുനോക്കാം. വീഡിയോ മുഴുവനായി കേട്ടു നോക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ, അല്ലേ? എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. എല്ലാവരുടെ ജീവിതത്തിൽ വലിയ റാഹത്തും ആശ്വാസവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആയിരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാം തീർത്തു തരട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ മജ്‌ലിസുകളിലൊക്കെ ദുആയിരക്കാറുണ്ട്. റബ്ബേ, ദുആ വസിയത്ത് ചെയ്ത എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. കുറഞ്ഞ പക്ഷം അങ്ങനെയെങ്കിലും ദുആയിരക്കാറുണ്ട്. ആ ദുആയിൽ നമ്മളെല്ലാവരും ദുആയിരക്കാൻ ഏൽപ്പിച്ച എല്ലാവരും പെടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണം. അതിനു മുമ്പ് ചില അമലുകളും നമ്മൾ ചെയ്യണം. വെറുതെ ചോദിച്ചാൽ നമുക്കൊന്നും കിട്ടൂല, അല്ലേ? ദുനിയാവിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വെറുതെ ഒരാളോട് എന്ത് ചെയ്തു, വെറുതെ ചോദിച്ചു, പക്ഷെ അത് കിട്ടുന്നതിന് താമസം ഉണ്ടാവും വെറുതെ ചോദിച്ചതിന്. എന്നാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് ചോദിക്കുന്നത് എങ്കിലോ അതിലെന്ത് ചെയ്യും, പെട്ടെന്ന് മറുപടി കിട്ടാൻ കാരണമായി തീരും, അല്ലേ? പെട്ടെന്ന് അതിന് റീപ്ലൈ കിട്ടാൻ കാരണമായി തീരും. അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിന് കൈക്കൂലി കൊടുക്കലല്ല, മറിച്ച് നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങളാണ് എങ്കിൽ നമ്മുടെ ദുആനെ അള്ളാഹു തട്ടിക്കളയൂല. നമ്മൾ എന്തെങ്കിലുമൊക്കെ അമല് ചെയ്തിട്ടാണ് റബ്ബിനോട് ചോദിക്കുന്നത് എങ്കിൽ, അള്ളാഹുവെ ഞാൻ ഈ ചെയ്ത അമലിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇതിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബ് തട്ടിക്കളയൂല. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം വലിയ ശ്രേഷ്ഠതയുള്ളൊരു ദിവസമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മഹത്വമുള്ളൊരു ദിവസം, ഇല്ലേ? നമ്മൾ വലിയ വിലമതിക്കുന്ന ഒരു ദിവസമാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. തിരു ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാം ഒരുപാട് മഹത്വം മുത്തുനബി തങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞത് കാണാം. ഫീഹി ഖുലിഖ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചത് ഈ വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഖുബില നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ റൂഹ് പിടിച്ചത് ഈ വെള്ളിയാഴ്ച ദിവസമാണ്. ആദ്യമായി ഭൂമിയിലേക്ക് മഴ വർഷിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങളെ അള്ളാഹു തുറക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ഇങ്ങനെ നബിതങ്ങൾ അക്കമിട്ട് എണ്ണി 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 പറയുന്നതായി കാണാം, ഇല്ലേ? അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്, ഒരു പ്രത്യേക പോയിന്റ്. ആ പോയിന്റിൽ ആരെങ്കിലും ഒരാൾ റബ്ബിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, ഇന്നതൊന്നുമില്ല, എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ, അത് ചോദിച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല എന്ന്. അത് 100% ഉറപ്പായി അള്ളാഹു സ്വീകരിക്കും. അതാണ് ആ പോയിന്റിന്റെ പ്രത്യേകത. പക്ഷെ ഏതാണ് ആ സമയമെന്ന് കൃത്യമായി നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തേ കാരണം? ആ സമയം കൃത്യമായി പറഞ്ഞു തരാതിരുന്നത് ഈ വെള്ളിയാഴ്ചയുടെ എല്ലാ സമയത്തെയും ബഹുമാനിക്കാനും ആദരിക്കാനും ഇബാദത്ത് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അള്ളാഹു ഉപയോഗിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ചയുടെ മഹത്വം ഇങ്ങനെ മുത്തുനബി തങ്ങൾ എണ്ണി എണ്ണി പറയുന്നത് കേട്ടപ്പോൾ സ്വഹാബത്തിൻ്റെ ഒരു സംശയം, നബിയെ, ഏത് അമലാണ്, ഏത് സൽക്കർമ്മമാണ് ഈ മഹത്വമായ വെള്ളിയാഴ്ച ഞങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത്? ഏത് അമലാണ്? അപ്പോൾ ഇത്രയേറെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം ഞങ്ങൾ എന്ത് അമലാണ് കൂടുതലായി ചെയ്യേണ്ടത്? എന്ത് അമലാണ് കൂടുതലായി ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും ആലോചിക്കാതെ മറുപടി വന്നു അവിടുന്ന്, ഫഅക്സിറു അലയ്യ സ്വലാ, എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കണം. ഇന്നത്തെ ദിവസം അധികരിപ്പിക്കാൻ പറ്റിയ മഹത്തായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതായി കാണാം. എൻ്റെ മേൽ അധികമായി സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം എന്താ? നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഓരോ മദ്ഹകളും മഹത്വങ്ങളും എൻ്റെ അടുക്കലേക്ക് എത്തിക്കാൻ ഒരു മലക്കിനെ അള്ളാഹു പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മലക്കിനെ പ്രത്യേകം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ മലക്കത് കൃത്യമായി എൻ്റെ അരികിലേക്ക് എത്തിച്ചു തരികയും ഞാൻ ആ സ്വലാത്തിന്, ആ സലാമിനും മറുപടി പറയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നോക്കിങ്ങൾ, മുത്തുനബി തങ്ങൾ മദീനയിലാണ്.
അവിടുന്ന് മദീന റൗദാ ഷരീഫിനുള്ളിലാണ്. ആ റൗദാ ഷരീഫിലേക്ക് നമ്മൾ ഇവിടുന്ന് ചൊല്ലുന്ന സ്വലാത്തിനെ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടേക്ക് എത്തിച്ചു കൊടുക്കും. ആ എത്തിച്ചു കൊടുത്ത സ്വലാത്ത് കേട്ടിട്ട് മുത്തുനബി തങ്ങൾ അതിന് റിപ്ലൈ ചെയ്യുമെന്ന്, നമ്മൾ ആ കൊടുത്ത മെസ്സേജിന് റിപ്ലൈ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സലാം മടക്കും. അതാണ് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വലാത്ത് സലാമുകളെയൊക്കെ ആ പരിശുദ്ധ മദീനയിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ, ഇല്ലേ? ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലാൻ ഏറ്റവും മഹത്വമായൊരു സ്വലാത്ത് പറഞ്ഞുതരാം. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് അത് ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടവും കൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന 6 വലിയ പ്രതിഫലങ്ങളും കൂടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. 6 വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന മഹത്തായ ഒരു സ്വലാത്ത്. അല്ലാഹ് ഈ സ്വലാത്ത് നിരന്തരം പതിവാക്കുന്ന ആളാണ് എങ്കിൽ ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടല്ലാതെ അയാൾ ദുനിയാവിൽ നിന്ന് പോകൂല എന്ന, ഈ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടല്ലാതെ ഭൂമിയിൽ നിന്ന് അയാൾ മരണപ്പെട്ടു പോകൂല എന്ന. ഏതൊക്കെയാണ് ആ അനുഗ്രഹങ്ങൾ നമുക്ക് കേട്ടുവെക്കാം. ആദ്യം ഏതാണ് ആ സ്വലാത്ത് എന്ന് ഞാൻ പറഞ്ഞുതരാം. റബ്ബി സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തിഹി. സിമ്പിൾ സ്വലാത്താണ്, ഏറ്റവും എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയൊരു സ്വലാത്ത്. ഒരൊറ്റ വരി എന്നല്ല, ഒരു അരവരി മാത്രമുള്ളൊരു സ്വലാത്ത്. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന 6 വലിയ ഗുണങ്ങൾ. അതിലേറ്റവും ചെറിയ ഗുണമായിട്ട് എണ്ണിയത് അയാൾ സമ്പന്നനായിട്ടല്ലാതെ മരണപ്പെടൂല എന്ന്. കുറേ സമ്പത്ത് വാരിക്കൂട്ടുക എന്നല്ല, മറിച്ച് അയാൾ മരിക്കുന്ന സമയത്ത് പ്രതാപശാലിയായിട്ടായിരിക്കും ഈ ലോകത്തുനിന്ന് യാത്ര പറയുക എന്ന്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് സ്വലാത്ത്? എന്താ? റബ്ബി സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തിഹി. റബ്ബി സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തിഹി. വളരെ എളുപ്പത്തിൽ ചൊല്ലാം. റബ്ബി സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തിഹി. റബ്ബി സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തിഹി. ഇൻഷാ അല്ലാഹ് ചൊല്ലി നോക്കൂലേ? അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ചെറിയ സ്വലാത്തുകൾ നമുക്ക് പെട്ടെന്ന് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്, അല്ലേ? റബ്ബി സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തിഹി. വളരെ എളുപ്പത്തിൽ കൊണ്ടു നടക്കാം. നമുക്ക് ചൊല്ലി പെട്ടെന്ന് ഒരുപാട് എണ്ണം ചൊല്ലാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകട്ടെ. നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മരിക്കുന്നതിന് മുമ്പ് കാണാനുള്ള അവസരം ലഭിക്കുക, മുത്തുനബി തങ്ങളെ കാണാനുള്ള അവസരം കിട്ടുക. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണില്ല. ഈ സ്വലാത്ത് പതിവാക്കുന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടല്ലാതെ അയാൾ മരണപ്പെടൂല എന്ന. കാരണം ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ആഗ്രഹത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരും. രണ്ടാമത്തെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ? നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് പ്രതാപശാലിയായിട്ടായിരിക്കും നമ്മൾ മരണപ്പെടുക എന്ന്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളോ ഒന്നുമില്ലാതെ ആയിരിക്കും നമ്മൾ ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോകാം. അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, കടങ്ങളൊന്നുമില്ലാതെ മരണപ്പെടാൻ ഒരാൾക്ക് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യുക, ഖബറിൽ വലിയ ഇടങ്ങേറുണ്ടാകൂല എന്ന. കാരണം കടത്തോടു കൂടിയിട്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഷഹീദിന് പോലും കടം പുറത്തു കൊടുക്കുകയില്ല എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടങ്ങളൊന്നും ഇല്ലാതെ റാഹത്തായി പോയി കഴിഞ്ഞാൽ, സാമ്പത്തിക ഇടപാടുകളൊക്കെ ക്ലിയർ ആണ് എങ്കിൽ അയാൾക്ക് റാഹത്തായി ഖബറിൽ കിടക്കാൻ കഴിയും. അതാണ് എൻ്റെ അർത്ഥം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രതാപശാലിയായിട്ടാണ് പോകുന്നത് എങ്കിൽ നമ്മൾ കാരണം ഒരാൾക്കും ഒരു ഇടങ്ങേറും ദുനിയാവിലുണ്ടാവില്ല. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നോക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ചിലവുകൾക്കൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സമ്പാദ്യം നമുക്ക് ഉപകരിക്കും. മറ്റാളുകളും മറ്റുള്ളവർ എന്ത് ചെയ്യേണ്ടി വരില്ല, അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നമുക്ക് വേണ്ടി അതൊരു ബാധ്യതയായി തോന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ബാധ്യതയാകൂല. നമ്മൾ ആരുടെ മുമ്പിലും എന്ത് ചെയ്യുക, ജീവിതകാലത്തും മരണശേഷവും തലകുനിക്കേണ്ടി വരില്ല, ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല. അതാണ് പറഞ്ഞതിനർത്ഥം. ഇത് പ്രതാപശാലിയായിട്ടായിരിക്കും അയാൾ എന്ത് ചെയ്യുക, ഈ ലോകത്തുനിന്ന് യാത്ര പറയുക എന്ന്. ജീവിക്കുന്ന സമയത്ത് ഇസ്സത്തോടുകൂടി പ്രതാപത്തോടുകൂടി സമ്പന്നനായി ജീവിക്കാൻ അവസരം ലഭിക്കുകയും മരണപ്പെടുന്ന സമയത്തും അതേപോലെ തന്നെ ആ പ്രതാപത്തോടുകൂടി യാത്ര പറയാനും അവസരം കിട്ടും. രണ്ടാമത്തെ നേട്ടം അതാണ്. മൂന്നാമത്തെ നേട്ടമായി പറഞ്ഞത്, ജീവിതത്തിലേക്ക് ഒരിക്കലും അപകടങ്ങൾ കടന്നു വരില്ല. നമുക്കറിയാം, അപകട മരണങ്ങളും അപകട സാധ്യതകളും ഏറെയുള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഏറെയുള്ള കാലത്താണ്, അല്ലേ? എത്ര അപകടങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയൊരു സഹോദരിയുടെ ജനാസ സംസ്കരിക്കേണ്ടി വന്നു. വഴിയിലൂടെ കാൽനടയായി നടന്നുപോയ സഹോദരിയുടെ ദേഹത്തേക്ക് ബസ് വന്നിടിക്കുകയാണ്. നോക്കുങ്ങൾ, അള്ളാഹു മരണം വിധിച്ചാൽ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും, അത് സംഭവിക്കും. അത് വാഹനത്തിൽ യാത്ര ചെയ്യണമെന്നൊന്നുമില്ല, നടന്നു പോയാലും വെറുതെ കിടന്നുറങ്ങിയാലും സംഭവിക്കും, അല്ലേ? എന്നാൽ അപകടങ്ങളിൽ മരണപ്പെട്ടു പോകുന്ന പെട്ടെന്ന് ഒരു യാത്ര, അല്ലെ, ഒരു യാത്രയൊന്നും ആരോടും പറയാതെ പെട്ടെന്നൊരു പോക്ക്, അത് വല്ലാതെ വേദന ഉണ്ടാക്കും.
വല്ലാതെ വിഷമമുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോവുക, അപകടങ്ങളിൽ പെട്ടുപോവുക, അങ്ങനത്തെ സംഗതികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകും. അല്ലേ? നാലാമത്തെ സംഗതിയായി പറഞ്ഞത് കുടുംബത്തിൽ വലിയ ബറക്കത്ത് അല്ലാഹു ചെയ്തു കൊടുക്കും. കുടുംബത്തിൽ ഇപ്പോൾ ഇത് ഭാര്യയാണ്, ഒരു പെണ്ണാണ് ചെല്ലുന്നത് എങ്കിൽ അവരുടെ ഭർത്താവിലും മക്കളിലും മാതാപിതാക്കളിലും അല്ലാഹു ഖൈർ ചെയ്യും. ഒരു ഭർത്താവാണ് ഇത് ചൊല്ലുന്നത്, ഒരു പുരുഷനാണ് ചെല്ലുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയിലും മക്കളിലും മാതാപിതാക്കളിലും അല്ലാഹു ഖൈർ ചെയ്തു കൊടുക്കും. മക്കളാണ് ചെയ്യുന്നത് എങ്കിൽ അവരുടെ മാതാപിതാക്കളിലും സഹോദരങ്ങളിലുമൊക്കെ അല്ലാഹു ഖൈർ ചെയ്തു കൊടുക്കും. ഇങ്ങനെ തുടങ്ങി ആരാണോ ഇത് ചൊല്ലുന്നത് അവർക്ക് അവരുടെ കുടുംബത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്തു കൊടുക്കും. ബറക്കത്ത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബങ്ങൾ തമ്മിൽ പിന്നെ പിണങ്ങിപ്പോകൂല, തെറ്റിപ്പോകൂല, ആ കുടുംബങ്ങൾ തമ്മിൽ കലഹിച്ചു പോകൂല, വഴക്കിട്ട് പോകൂല. അതായത് ഭാര്യ ഭർത്താക്കന്മാർ ചെല്ലിയാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്ത്? അവർ പരസ്പരം സ്നേഹബന്ധത്തിലായിട്ടായിരിക്കും പിന്നീട് കഴിയുക. എത്ര സ്നേഹമില്ലാത്ത ഭർത്താവാണെങ്കിലും സ്നേഹിക്കാൻ കാരണമാവും, എത്ര സ്നേഹമില്ലാത്ത ഭാര്യയാണെങ്കിലും ഇങ്ങോട്ട് സ്നേഹിക്കാൻ കാരണമായി തീരും. അഞ്ചാമതായി കിട്ടുന്ന നേട്ടം, അയാൾ മരണപ്പെടുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം കിട്ടും. നബി തങ്ങളെ കണ്ടുകൊണ്ട്, ആദ്യം പറഞ്ഞത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടേ മരിക്കുള്ളൂ എന്ന്. ഇത് മരിക്കുന്ന സമയത്ത് എന്തായാലും അയാൾ കാണും. മരിക്കുന്ന സമയത്ത് എന്തായാലും കണ്ടിട്ടേ എന്ത് ചെയ്യുള്ളൂ? മരണപ്പെടുകയുള്ളൂ. മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും. അതാണ് അതിൻ്റെ സ്പെഷ്യൽ. കാരണം ആ സമയം വല്ലാത്ത ബേജാറുള്ളൊരു സമയമാണല്ലോ. സ്വലാത്ത് പതിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളത് അയാൾക്ക് വലിയ ആശ്വാസമാണ്. ആ സമയത്ത് എത്ര വേദന ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ ആ സ്വലാത്ത് മതി, ആ കാണൽ മതി, നബി തങ്ങളെ കാണൽ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആറാമതായി പറയുന്നത്, നാളെ നരകത്തിൻ്റെ തീ ഈ മനുഷ്യനുമായി ചേരുക തന്നെയില്ല. നരകത്തിലെ തീയും ഇയാളുടെ ശരീരവും തമ്മിൽ യാതൊരു കണക്ഷനും വരൂല. നരകത്തിലെ പുകയും ഈ മനുഷ്യന്റെ ശരീരവും തമ്മിൽ ചേരുകയില്ല എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു ചെറിയ സ്വലാത്തിന് എത്രയോ വലിയ നേട്ടങ്ങളാണ് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ റബ്ബി സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തിഹി. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, ഇല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് മുതൽ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. കുറഞ്ഞ സമയം മതി, ഒരല്പസമയം കൊണ്ട് നമുക്ക് ഒരുപാട് ചൊല്ലാൻ കഴിയും. ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ചൊല്ലുന്ന ആ ഒരു സ്വലാത്തിന് നമുക്ക് കിട്ടുന്ന നേട്ടോ കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കും. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് ചൊല്ലാൻ നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിക്റോ ദുആയൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.